പ്രകൃതി ദുരന്തങ്ങൾ ഒരു നാടിനെയും അതിൻ്റെ സംസ്കാരത്തെയും നിത്യജീവിതത്തെയും മാറ്റിമറിച്ച സംഭവങ്ങൾ ലോകത്തിൽ ആദ്യമല്ല. കേരളവും നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയായ സംസ്ഥാനമാണ്. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് 99-ലെ വെള്ളപ്പൊക്കം എന്ന് പഴമക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള 1924-ലെ വെള്ളപ്പൊക്കം. കൊല്ലവർഷം 1099 കർക്കിടക മാസത്തിൽ ഇതുണ്ടായതുകൊണ്ടാണ് 99-ലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നതും. 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി കേരളത്തിലുണ്ടായത് ഭീകരമായ വെള്ളപ്പൊക്കമാണ്. 3 ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിൽ കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കാഠിന്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇതിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന കണക്കുകളില്ല. അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം ഇന്നത്തെ പോലെ അന്ന് ഉണ്ടായിരുന്നതുമില്ല എന്നതാണ് വാസ്തവം. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. പ്രളയത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു. മധ്യ തിരുവിതാംകൂറിലാണ് പ്രളയം ഏറ്റവും മാരകമായി ബാധിച്ചത്. എറണാകുളം ജില്ലയിലെ 4/3 ഭാഗവും വെള്ളത്തിൽ മുങ്ങി. കുട്ടനാട് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ താഴ്ന്നു. മധ്യ തിരുവിതാംകൂറിൽ 20 അടിയോളം വെള്ളപ്പൊക്കമുണ്ടായി. മലബാറിലും പ്രളയം കനത്ത തോതിൽ ബാധിച്ചു. തെക്കേ മലബാർ വെള്ളത്തിനടിയിലായി. കോഴിക്കോട് പട്ടണം പകുതിയിലേറെയും മുങ്ങിപ്പോവുകയും ചെയ്തു. 2000-ലധികം വീടുകൾ വരെ നിലം പതിച്ചു. കേരളത്തിന് സംഭവിച്ച മറ്റൊരു നഷ്ടം മൂന്നാറിനേറ്റ ആഘാതമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഇഷ്ടതാവളമായിരുന്ന മൂന്നാറിൽ അന്ന് വൈദ്യുതിയും റെയിൽവേയും തീവണ്ടിയും വരെ ഉണ്ടായിരുന്നു. കിലോമീറ്ററുകളോളം പരന്നുകിടന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ തേയിലത്തോട്ടങ്ങളും മലവെള്ള ഒഴുക്കിൽ വന്ന മരങ്ങളും കൂടി മൂന്നാർ പട്ടണം തകർത്തു. റോഡുകളെല്ലാം നിലം പതിച്ചു. റെയിൽവേ സ്റ്റേഷനും റെയിൽവേ പാതയും എന്നേക്കുമായി മൂന്നാറിന് നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ഈ പ്രളയത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അവിടെ വീണ്ടും തേയിലച്ചെടികൾ നടുകയും റോഡുകൾ നന്നാക്കിയും പഴയ മൂന്നാറാക്കി മാറ്റി. എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിന് സംഭവിച്ച വലിയ ഒരു നഷ്ടം റെയിൽവേ ഗതാഗതം തന്നെയായിരുന്നു. കുണ്ടളവാലി റെയിൽവേ എന്ന പേരിലുണ്ടായിരുന്ന മൂന്നാറിലെ തീവണ്ടി സർവീസ് ഇന്നും ഓർമ്മക്കുറിപ്പായി അവശേഷിക്കുന്നു. കാന്താരി മലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാറിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. പിന്നീടാണ് കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക് പുതിയ റോഡ് നിർമ്മിച്ചത്. മാസങ്ങളോളം നീണ്ടുനിന്ന ദുരന്തമാണ് 1099-ലെ വെള്ളപ്പൊക്കം നാടിന് സമ്മാനിച്ചത്. 99-ലെ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി ശിവശങ്കരപിള്ള രചിച്ച ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തങ്ങൾക്ക് നാം ഇനിയും സാക്ഷിയാകേണ്ടി വരും.